കുട്ടികളെ, നമ്മൾ പുതിയൊരു പ്രസന്റേഷനിലേക്ക് പോവാണ്. നമ്മളിതുവരെയും ബയസിങ്ങിന്റെ അടുത്ത് പടിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. അത് ട്രാൻസിസ്റ്റർ ബയസിംഗ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ബയസിംഗ് ആണ്. സ്വാഭാവികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് തുടങ്ങുന്ന സ്ലൈഡ് സ്റ്റെബിലൈസേഷനാണ്. നമ്മളിവിടെ കാണുന്നുണ്ട് സ്റ്റെബിലൈസേഷൻ, അതായത് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ക്യൂ പോയിന്റ്, QSN പോയിന്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതില് ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെയാണെന്നുള്ളത് നമ്മൾ DC ലോഡിലേനും AC ലോഡിലേനും ഒക്കെ നമ്മൾ കണ്ടു. അതിൽ എവിടെയാണ് ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്. അതെങ്ങനെ ആക്ട് ചെയ്യണം, റിയാക്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാം. ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സിങ് എപ്പോഴും അതിന്റെ ബയസിങ്ങുമായിട്ട് ക്ലോസ് റിലേറ്റഡ് ആണ്. ബയസിങ് തീരുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെ വെക്കണം എന്നുള്ളതനുസരിച്ചാണ്. അപ്പോ ഓപ്പറേറ്റിംഗ് പോയിന്റ് എപ്പോഴും ട്രാൻസിസ്റ്റർ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓപ്പറേറ്റിംഗ് പോയിന്റ് ഈ ഷിഫ്റ്റ് ഡ്യൂ ടു രണ്ട് കാര്യങ്ങളാണ് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം. ഒന്ന്, ചേഞ്ച് ഓഫ് പാരാമീറ്റേഴ്സ് ഡ്യൂ ടു റീപ്ലേസ്മെന്റ് ഓഫ് ട്രാൻസിസ്റ്റർ. അതിന്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ വർക്ക് ചെയ്യിച്ചു, അത് ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്തു, കുറച്ചാൾ വർക്ക് ചെയ്തപ്പോൾ മാനുഫാക്ചറിങ് ഫോൾട്ട് കൊണ്ടോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ് കൊണ്ട് ആ ട്രാൻസിസ്റ്റർ ഷോർട്ടായി പോയി, അല്ലെങ്കിൽ ഓപ്പൺ ആയിപ്പോയി. അങ്ങനെ രണ്ട് രീതിയിലാണ്, അല്ലെങ്കിൽ മൂന്ന്, ലീക്കേജ് ആകുക. മൂന്ന് തരത്തിലാണ് ഒരു ട്രാൻസിസ്റ്റർ സാധാരണഗതിയിൽ കംപ്ലൈന്റ് ആയി കാണപ്പെടുന്നത്. ഒന്ന്, ട്രാൻസിസ്റ്റർ ലീക്കേജ് ആകുക, അതായത് പാർഷ്യലി ലീക്കേജ് ഒക്കെ വരാം. ഒരു ജംഗ്ഷൻ ചെറുതായിട്ട് ലീക്കേജ് വരും, അപ്പൊ കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യാൻ ആരംഭിക്കും. അപ്പൊ അത് രണ്ട് കുഴപ്പങ്ങളിലേക്ക് ഈ ട്രാൻസിസ്റ്റർ നയിക്കാം. ആദ്യം ലീക്കേജ് ആയിട്ടാണ് തുടങ്ങുക, പിന്നെ അത് ചിലപ്പോൾ ഷോർട്ടായി പോവാം. ഷോർട്ടായി പോയാൽ എൻ്റെ ആംപ്ലിഫയർ വർക്ക് ചെയ്യാതെ വരാം. ഒരു ആംപ്ലിഫയറിന്റെ ഒരു സ്റ്റേജാണ് വർക്ക് ചെയ്യാതെ വന്നെങ്കിൽ ഇഷ്ടംപോലെ ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ എല്ലാ ആംപ്ലിഫയറും വർക്ക് ചെയ്യാത്ത രീതിയിൽ പവർ സപ്ലൈ ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തത്, ട്രാൻസിസ്റ്റർ ഓപ്പൺ ആയി പോകും. ഓപ്പൺ ആയി പോയി കഴിഞ്ഞാൽ വേറെ ഒരു സ്റ്റേജിലും കുഴപ്പമുണ്ടാക്കത്തില്ല, പക്ഷെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനു മുമ്പിൽ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആംപ്ലിഫയർ വർക്ക് ചെയ്യും, ഇതിന് ശേഷം ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ ആംപ്ലിഫയർ വർക്ക് ചെയ്യും. പക്ഷെ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് തേർഡ് സ്റ്റേജിലേക്ക് സിഗ്നൽ പോകുന്ന ഈ സെക്കൻഡ് സ്റ്റേജ് ആയ ആംപ്ലിഫയറിലൂടെയാണെങ്കിൽ ഈ സിഗ്നൽ അപ്പുറത്തേക്ക് പാസ് ചെയ്യില്ല. അപ്പൊ ഓപ്പൺ ആയാൽ വേറെ സർക്യൂട്ടിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, മറിച്ച് അത് സർക്യൂട്ടിന്റെ ആംപ്ലിഫയർ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് തടസ്സമായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിൽ വരാം. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കംപ്ലൈന്റ് കണ്ടുപിടിച്ചു, ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കറണ്ട് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മ ഒരു ടെക്നീഷ്യൻ അത് ചെക്ക് ചെയ്തു. നമ്മൾ തന്നെ ആയിക്കോട്ടെ, നമ്മളൊരു നല്ലൊരു ടെക്നീഷ്യനാണ്, നമ്മളെ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചു ഈ പർട്ടിക്കുലർ ട്രാൻസിസ്റ്റർ കംപ്ലൈന്റ്. നമ്മൾ അങ്ങനെ ഒരു പുതിയ ട്രാൻസിസ്റ്റർ, ഇതിന്റെ നമ്പറൊക്കെ നോക്കി, BC547 നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ശേഖരത്തിൽ ആ ട്രാൻസിസ്റ്റർ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോയി കടയിൽ പോയി, ഒരു ഇലക്ട്രോണിക് കമ്പോണൻസ് വിൽക്കുന്ന കടയിൽ പോയി ഒരു ട്രാൻസിസ്റ്റർ BC547 വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നു. അത് വാങ്ങിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന് സോൾഡർ ചെയ്ത്, ആദ്യത്തെ ഡിസോൾഡർ ചെയ്ത് ഇത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. വേറെ ഒന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, പിടിപ്പിച്ചു കഴിഞ്ഞപ്പോ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്യാം. കാരണം എന്താണ്? അതിന്റെ പാരാമീറ്റേഴ്സ് നമ്മൾ വാങ്ങിച്ച ട്രാൻസിസ്റ്റർ ഒരിക്കലും
പഴയ ട്രാൻസിസ്റ്റർ അതേ പാരാമീറ്റർ ആവണമെന്നില്ല, വ്യത്യാസം ഉണ്ടാവും. അതിന്റെ ബീറ്റയ്ക്ക് വ്യത്യാസം ഉണ്ടാവും, ബി വ്യത്യാസം ഉണ്ടാവും, എല്ലാം വ്യത്യാസം. അപ്പൊ നമ്മൾ ഡിസൈനുമായിട്ട് ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് മേ ചേഞ്ച് ഡ്യൂ ടു ദിസ് റീപ്ലേസ്മെന്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി ട്രാൻസിസ്റ്റർ ഇങ്ങനെ വർക്ക് ചെയ്ത് വരെയാണ്. ഇപ്പൊ ട്രാൻസിസ്റ്റർ കംപ്ലൈന്റ് ഒന്നും വന്നില്ല, പഴയ ട്രാൻസിസ്റ്റർ തന്നെ ഇരിക്കുക. അപ്പോഴാണ് കുറെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ 24 hour ഓൺ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സർക്യൂട്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസം കൂടുതൽ നേരം വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അത് ചൂടായി, മൊത്തം സിസ്റ്റം ചൂടായി. ഈ ആംപ്ലിഫയറും ഈ ട്രാൻസിസ്റ്ററും സ്വാഭാവികമായിട്ട് ചൂടായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ചൂടായാൽ അതിന്റെ ബീറ്റ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ബീറ്റ മാറിയ ട്രാൻസിസ്റ്ററിന്റെ എല്ലാ കാര്യങ്ങളും വ്യത്യാസപ്പെടും. അപ്പൊ അതിന്റെ ബീറ്റയ്ക്ക് ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ബി ചേഞ്ച് വന്നു. ഈ തെർമലി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ആംപ്ലിഫയർ മൊത്തമായിട്ട് അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യലും ഒക്കെ അവതാളത്തിലാവും. ഓക്കെ, അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് ചേഞ്ച് ചെയ്യപ്പെടാം. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് നോക്കുക. ഇവിടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നതോടെ ഈ പോയിന്റിലെ കൊണ്ട് ഫിക്സ് ചെയ്ത്, ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്ത് ഡി സി ലോഡ് ലൈനിന്റെ സാച്ചുറേഷൻ പോയിന്റിന് അടുത്തുകൊണ്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്തിരിക്കും. നല്ലൊരു തീരുമാനമാണോ? തീർച്ചയായിട്ടും ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ച് നല്ല തീരുമാനമല്ല. ഒരു പെർട്ടിക്കുലർ ചില ആപ്ലിക്കേഷനിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ട് ഫിക്സ് ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ഭാഗം ക്ലിപ്പ് ചെയ്ത് പോകണം, അതിന്റെ ടോപ്പിലെ ഭാഗം ക്ലിപ്പ് ചെയ്ത് പോകണം. അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് ഫിക്സ് ചെയ്യാം. നമുക്ക് അത്രയും ബാക്കിയുള്ള ഭാഗം മതി എന്നുള്ളതാണെങ്കിൽ നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാം. സാധാരണ രീതിയിൽ നമ്മൾ ഈ സെന്ററിലാണ് ഫിക്സ് ചെയ്യുക. ഈ സെന്റർ പോയിന്റ് കൊണ്ട് ഫിക്സ് ചെയ്യും. അപ്പൊ അവിടെ ഫിക്സ് ചെയ്യണമെങ്കിൽ ഗുണം എന്താണ്? ഇങ്ങനെ ഒരു സിഗ്നൽ വരുമ്പോൾ രണ്ട് സൈഡിലും പ്രോപ്പറായിട്ട് ആംപ്ലിഫൈ ചെയ്യും. അതായത് ഈ നെഗറ്റീവ് പോസിറ്റീവ്. ഇപ്പൊ ഇവിടെ നോക്കി, ഇൻപുട്ട് വേവ് ഫോം ഇതാണ്, പക്ഷെ ഔട്ട്പുട്ട് കിട്ടിയേക്കണ കണ്ടോ? ഈ മുകളിലത്തെ ഭാഗം അത് റിവേഴ്സ് ആയിട്ട് വരുമ്പോഴാണ് താഴത്തെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ക്ലിപ്പ് ചെയ്ത് വയ്ക്കണം മുകളിലത്തെ ഭാഗം, ഈ ഇൻപുട്ട് സിഗ്നലിന്റെ മുകളിലത്തെ ഭാഗം. അത്രയും ഭാഗം ഈ പോസിറ്റീവ് പീക്ക് ക്ലിപ്പ് ചെയ്ത് വയ്ക്കും. അത് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് വരുമ്പോൾ നെഗറ്റീവ് പീക്കായി മാറിയെന്നുള്ളൂ. ഈ നെഗറ്റീവ് പീക്ക് പോസിറ്റീവ് പീക്കായി ഷിഫ്റ്റ് ചെയ്യും. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടല്ലോ കോമൺ എമിറ്റർ ആംപ്ലിഫയർ, അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ട്. മനസ്സിലായോ? അപ്പൊ ഇൻപുട്ട് വേവ് ഫോം കൊടുത്തിട്ട് ഔട്ട്പുട്ട് വേവ് ഫോം വന്നപ്പോ ഒരു ഭാഗം നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു സംഭവം നടന്നു. ഇതിനെ നമ്മൾ പറയാ ഡിസ്റ്റോർഷൻ എന്നാണ് പറയുക. ഡിസ്റ്റോർഷൻ. എനി ചേഞ്ച് in the output which is not present in the input is called distortion. Distortion definition അതാണ്. ഒരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടില് ഇൻപുട്ടിൽ ഇല്ലാത്ത ഒരു ചേഞ്ച് വരികയാണെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചേഞ്ച് വരികയാണെങ്കിൽ അതിന് പർട്ടിക്കുലർ ഡിസ്റ്റോർഷൻ ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ ഉണ്ട്, ഫേസ് ഡിസ്റ്റോർഷൻ ഉണ്ട്, ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ. ഉദാഹരണത്തിന് പല ഫ്രീക്വൻസികൾ നമ്മൾ കൊടുക്കുന്നു. ഉദാഹരണത്തിന് ഒരു മ്യൂസിക് പ്രോഗ്രാമാണ്, വയലിനുണ്ട്, ഹാർമോണിയുണ്ട്, അല്ലെങ്കിൽ തബലയുണ്ട്, അങ്ങനെ പല ഇൻസ്ട്രുമെന്റ്സും വായിച്ചു, ഫ്ലൂട്ട് ഉണ്ട്, ഇതൊക്കെ വായിച്ചിരിക്കും. അപ്പോ ഒരു ആംപ്ലിഫയർ വന്നപ്പോ ആംപ്ലിഫയറിൽ അതിന്റെ ചില പ്രത്യേകതകളും ഉണ്ട്. ഫ്ലൂട്ട് ഒന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ മണിയിലേക്ക് ഒന്നും കേൾക്കുന്നില്ല, ഹൈ ഫ്രീക്വൻസി ഇതൊന്നും കേൾക്കുന്നില്ല, ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് കുറവാണ്. അപ്പൊ അതൊരു ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ എന്ന് നമ്മൾ പറയും. ഇനി അല്ലെങ്കിൽ ഇതുപോലെ വരുന്നതിന് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ എന്നാ പറയുക. കാരണം ഇത് ആംപ്ലിറ്റ്യൂഡ് കുറച്ച് ഭാഗം ക്ലിപ്പ് ചെയ്തു ആംപ്ലിറ്റ്യൂഡ്. ഇനി ഇതിനൊരു ഡിസ്റ്റോർഷൻ ഉണ്ട്, അതെന്താണ്? കോമൺ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ട്. എന്താണ്? ഫേസ് ഡിസ്റ്റോർഷൻ. ഇൻപുട്ട് കൊടുക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്.
പക്ഷെ വേസ്റ്റ് ഡിസ്റ്റോർഷൻ ഒരു സൗണ്ടിനെ സംബന്ധിച്ച് കുഴപ്പമൊന്നുള്ള കാര്യമില്ല, അത് ഇഷ്യൂ അല്ല. പക്ഷെ ഒരു പിക്ചറിനെ സംബന്ധിച്ച് ഇഷ്യൂ ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ചെയ്തായിരിക്കും വേറെ ഒരു സ്റ്റേജ് ഇങ്ങനെ ഡിസ്റ്റോർഷൻ വന്ന് ഒരു സ്റ്റേജ് കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് 180 ഡിഗ്രി കൂടി വന്ന് 360 ആവും. അങ്ങനെ നമ്മൾ പ്രോപ്പർ ഇമേജിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മുടെ അടുത്ത് ഫിക്സ് ചെയ്യുക, അത് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. സെൻട്രലിലാണ് ഫിക്സ് ചെയ്തേക്കണേ, സെൻട്രൽ തന്നെ വന്നില്ലെങ്കിൽ ഇതുപോലെ ഡിസ്റ്റോർഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ലൈഡ് കാണിച്ചത്. അപ്പൊ DC ഓൺലൈൻ സെന്റർ പോയിന്റിലാണ് സാധാരണ ക്ലാസ് എ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണോ അത് ഈ ആംപ്ലിഫയറിനെ സംബന്ധിച്ച് ഒരു ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫയർ ആയിട്ട് മാറണം. അപ്പൊ അതുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ഈ സ്റ്റെബിലിറ്റിക്ക് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റിന് ആവശ്യമായിരിക്കുന്നത്. അത് രണ്ട് കാരണങ്ങളാൽ ഈ സ്റ്റെബിലിറ്റി ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ബയസിങ്ങിന് വേരിയേഷൻ ഉണ്ടാകും. അപ്പോ അത് ഒന്ന് ചേഞ്ച് ഓഫ് പാരാമീറ്റേഴ്സ്. ചേഞ്ച് ഓഫ് പാരാമീറ്റേഴ്സ് ട്രാൻസിസ്റ്റർ മാറുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ചേഞ്ച് ഓഫ് പാരാമീറ്റേഴ്സ് വരാം. അപ്പൊ അതിന്റെ ബീറ്റ ചേഞ്ച് ചെയ്യാം, VB ചേഞ്ച് ചെയ്യാം. VB എന്താണെന്ന് അറിയാലോ, വോൾട്ടേജ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ. ബേസ് എമിറ്റർ ജംഗ്ഷൻ, അതായത് ഇൻപുട്ട് ജംഗ്ഷൻ. കോമൺ എമിറ്ററിനെ സംബന്ധിച്ച് ഇൻപുട്ട് ജംഗ്ഷനിൽ ബയസ് ചെയ്യുന്ന ഫോർവേഡ് വോൾട്ടേജ്. അത് ചില ട്രാൻസിസ്റ്റർ ചില 0.7 മതിയാകും, ചില 0.6 ആകും, ചില 0.5 ആകും. അപ്പൊ 0.5 മതിയാകുമെങ്കിൽ ആ ട്രാൻസിസ്റ്റർ നമ്മൾ 0.7 കൊടുക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും സാച്ചുറേഷനിലേക്ക് പോകാനുള്ള ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് VB ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ ഈ ചേഞ്ച് ഓഫ് പാരാമീറ്റേഴ്സ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത് തെർമൽ വേരിയേഷൻസ്. ടെമ്പറേച്ചർ കൂടും, കാരണം ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ്, അത് സമയങ്ങളോളം വർക്ക് ചെയ്യണതാണ്. ചിലപ്പോൾ 24 hours, ചിലപ്പോൾ 7 into 24 into 24 വരെ വർക്ക് ചെയ്യണം. അതായത് തുടർച്ചയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ഓഫ് ചെയ്യാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഓഫീസുകളോ ചില എക്യുപ്മെന്റോ ഒക്കെ അങ്ങനെയുണ്ട്. 24 hours വർക്ക് ചെയ്യണം, ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഈ തെർമൽ വേരിയേഷൻസ് എഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ IC എന്ന് പറയുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്, സ്ലൈഡിൽ കാണുന്നുണ്ട്, ബീറ്റ IB പ്ലസ് ICEO. ബീറ്റ എന്താണെന്നറിയാം, കോമൺ എമിറ്ററിന്റെ കറണ്ട്, IC ബൈ IB, ദാറ്റ് ഈസ് ബീറ്റ. അപ്പൊ ആ ബീറ്റയും അതിന്റെ ബേസ് കറണ്ടും അതാണ് ബീറ്റ IB. ഈ ബീറ്റ IB പ്ലസ് ICEO. IC വെച്ചാൽ കളക്ടർ കറണ്ട് വിത്ത് കളക്ടർ ടു കളക്ടർ കറണ്ട് അല്ലെങ്കിൽ കളക്ടർ ലീക്കേജ് കറണ്ട് ബിറ്റ്വീൻ എമിറ്റർ കളക്ടർ ആൻഡ് ഓപ്പൺ ബേസ് എന്ന് പറയും. ബേസ് ഓപ്പൺ ആയിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാകുന്ന ലീക്കേജ് കറണ്ട്. മനസ്സിലായോ? ഒരു ട്രാൻസിസ്റ്റർ ബേസ് ഓപ്പൺ ആണ്, പക്ഷെ കളക്ടർ ടു എമിറ്ററിൽ ലീക്കേജ് കറണ്ട് ഉണ്ടെങ്കിൽ അത് ആ ലീക്കേജ് കറണ്ട്. അപ്പൊ സിംപിളി നമ്മൾ വിചാരിച്ചാൽ ലീക്കേജ് കറണ്ട് മൂലം ആ ലീക്കേജ് കറണ്ടും ബീറ്റ IB എന്ന് പറയുന്ന അതും IC തന്നെയാണ് നമ്മൾ പറയുക, അല്ലെ ICO എന്ന് പറയുന്നത്. ICO പ്ലസ് ICEO എന്നൊക്കെ പറയും. അപ്പൊ ഈ ലീക്കേജ് കറണ്ടും ഈ ICOയും കളക്ടർ സാച്ചുറേഷൻ കറണ്ട് ഇതിനോട് ചേർന്നിട്ടാണ് IC എന്ന ടോട്ടൽ IC, ടോട്ടൽ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ചുവന്ന അക്ഷരത്തിൽ എഴുതിയേക്കുന്നത്, ബീറ്റ IB ഇൻറ്റു പ്ലസ്
ICEO. ഇനി ബീറ്റ IB അത് നമുക്ക് ഒന്നുകൂടി തിരിച്ചെഴുതാം. ഈ ICEO എന്നുള്ളത് β+1 ICBO ആണ്. കളക്ടർ ബേസ് ജംഗ്ഷൻ ഓപ്പൺ എമിറ്റർ. എമിറ്റർ ഓപ്പൺ ആയെങ്കിൽ കളക്ടർ ടു എമിറ്റർ കറണ്ട്, അതിൽ കൂടി ലീക്കേജ് കറണ്ട് ഇൻറ്റു β+1 ആണ്. അപ്പൊ ഇതും ഈ ലീക്കേജ് കറണ്ട് ഇതിനെ വലുതായിട്ട് ബാധിക്കും. അപ്പൊ ഈ ലീക്കേജ് കറണ്ട് വളരെ ചെറുതാണെങ്കിലും ICBO വളരെ ചെറുതാണ്. കാരണം കളക്ടർ ടു ബേസിലൂടെ ഒഴുകുന്ന ലീക്കേജ് കറണ്ട് വളരെ കുറവ്. മൈനോറിറ്റി കാരിയർ മൂലമാണ് ലീക്കേജ് കറണ്ട് ഉണ്ടാകുന്നതൊക്കെ നമുക്കറിയാം. അപ്പോ പക്ഷേ ഇവിടെ β+1 ഇൻറ്റു ICBO ആണ്. അപ്പൊ അതുകൊണ്ട് അത് സാരമായി ബാധിക്കുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പൊ അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ലീക്കേജ് കറണ്ടിന് വ്യത്യാസം ഉണ്ടാവുന്നു, ബീറ്റയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് IC കാര്യമായിട്ട് കൂടാനത് കാരണമാകും. കാരണം ഈ നമ്മൾ മാറ്റുമ്പോൾ ചേഞ്ച് ഓഫ് പാരാമീറ്റേഴ്സ് കൊണ്ടും ഈ തെർമൽ വേരിയേഷൻ കൊണ്ടും ഒക്കെ IC വേരിയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഈ IC കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കിള് കാണിച്ചിട്ടുണ്ട്. IC ടെമ്പറേച്ചർ കൂടി, അപ്പൊ IC കൂടി. IC കൂടി കഴിയുമ്പോൾ പവർ ഡെസിപ്പേഷൻ കൂടി. പവർ ഡെസിപ്പേഷൻ കൂടി. ദിസ് വിൽ ഇൻക്രീസ് ടെമ്പറേച്ചർ ഓഫ് കളക്ടർ ടു ബേസ് ജംഗ്ഷൻ. കളക്ടർ ടു ബേസ് ജംഗ്ഷൻ പവർ ഡെസിപ്പേഷൻ കൂടിക്കഴിഞ്ഞാൽ കളക്ടർ ടു ബേസ് ജംഗ്ഷൻ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഡിവൈസിന്റെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഒക്കെ ഡിക്രീസ് ചെയ്യും. സോ ഡിവൈസിന്റെ റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയാം. IC വീണ്ടും കൂടും. IC വീണ്ടും കൂടിയ പവർ ഡെസിപ്പേഷൻ കൂടും. പവർ ഡെസിപ്പേഷൻ കൂടിയ കളക്ടർ ടു ബേസ് ജംഗ്ഷൻ ടെമ്പറേച്ചർ കൂടും. ഇങ്ങനെ തെർമൽ റണ്ണവേ പ്രോസസ് നടക്കാം. അതായത് ഒരു സാധനം സ്റ്റാർട്ട് ചെയ്തു, അത് വേറൊരു കാര്യത്തിന് കാരണമായി, അത് വേറെ കാര്യത്തിനായി, അങ്ങനെ അവസാനം തുടങ്ങിയ ആദ്യത്തെ കാരണം എന്തായിരുന്നോ IC കൂടലാണെന്നെങ്കിൽ ആ IC കൂടാൻ തുടർന്നു വരുന്ന കാര്യങ്ങളൊക്കെ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഇത് തന്നെ നമുക്ക് കളക്ടർ കറണ്ട് കൂടിയ ലീക്കേജ് കറണ്ട് കൂടും. ലീക്കേജ് കൂടിക്കഴിഞ്ഞാൽ കളക്ടർ കറണ്ട് കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിയ ലീക്കേജ് കറണ്ട് വീണ്ടും കൂടും. ലീക്കേജ് കറണ്ട് കൂടിയ IC കൂടും. കാരണം IC കൂടാൻ ഇവിടെ ഫോർമുലയുണ്ട്. ഇപ്പൊ ഈ കേസിൽ പറയാം, ഇപ്പൊ ടെമ്പറേച്ചർ കൂടി, ലീക്കേജ് കറണ്ട് കൂടി. ലീക്കേജ് കറണ്ട് കൂടി എന്ത് പറ്റും? IC കൂടും. IC കൂടി എന്ത് പറ്റും? ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിയാല് വീണ്ടും ലീക്കേജ് കറണ്ട്. ലീക്കേജ് കറണ്ട് കൂടിയാലോ വീണ്ടും IC കൂടും. IC കൂടിയാലോ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ ഒരു വിഷ്യസ് സർക്കിളായിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ മാറ്റർ ഓഫ് സെക്കൻഡ് കൊണ്ട് ഇത് തെർമൽ റണ്ണവേക്ക് കാരണം. ഓക്കെ, അപ്പൊ എന്താ തെർമൽ റണ്ണവേ എന്ന് നമുക്ക് നോക്കാം. The process of cumulative effect to increase junction temperature due to leakage currents. അതാണ് thermal runaway. The process of cumulative effect to increase junction temperature due to leakage current. Leakage current കൊണ്ട് temperature of the transistor exceeds its rated value, resulting burn out of transistor. This phenomena is known as thermal runaway. Thermal runaway എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ക്യുമുലേറ്റീവ് ഇഫക്റ്റ് കൊണ്ട് ജംഗ്ഷൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ലീക്കേജ് കറണ്ട് കൂടുന്നുണ്ട്. ജംഗ്ഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ ലീക്കേജ് കറണ്ട് കൂടുന്നുണ്ട്. ലീക്കേജ് കറണ്ട് കൂടുമ്പോൾ ഈ ട്രാൻസിസ്റ്ററിന്റെ എക്സീഡ് റേറ്റഡ് വാല്യൂവിനേക്കാൾ കറണ്ട് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ റിസൾട്ടിങ് ബേൺ ഔട്ട് ഓഫ് ട്രാൻസിസ്റ്റർ. ആ ട്രാൻസിസ്റ്റർ ബേൺ ചെയ്ത് ഷോർട്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് തെർമൽ. ഇങ്ങനെ ജംഗ്ഷൻ ടെമ്പറേച്ചർ കൂടി, ലീക്കേജ് കറണ്ട് കൂടി, ഇതിന്റെ എല്ലാ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് മൂലം
ട്രാൻസിസ്റ്റർ ബേൺ ഔട്ട് ആയി പോകുന്ന സ്ഥിതിവിശേഷം. ആ ഫിനോമിനയെ നമ്മൾ തെർമൽ റണ്ണവേ എന്നാണ് പറയുക. ഇത് എക്സാമിന് ചോദിക്കാവുന്ന ഒരു കാര്യമുണ്ട്. തെർമൽ റണ്ണവേ, വാട്ട് യു മീൻ ബൈ തെർമൽ റണ്ണവേ, അല്ലെങ്കിൽ തെർമൽ റണ്ണവേ, എക്സ്പ്ലെയിൻ തെർമൽ റണ്ണവേ എന്നോ ഡിസ്ക്രൈബ് തെർമൽ റണ്ണവേ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുന്നതല്ല. സ്റ്റെബിലിറ്റി ഫാക്ടർ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് നമ്മുടെ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കണം, കൂടുതൽ നേരം വർക്ക് ചെയ്യാനുള്ളതാണ്, 24 hour വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ സ്റ്റെബിലിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്ത് കാര്യത്തിലും സ്റ്റെബിലിറ്റി അത്യാവശ്യം. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ ചില കാര്യത്തിലൊക്കെ സ്റ്റേബിൾ ആയിരിക്കും, ചില കാര്യത്തിൽ ഫ്ലെക്സിബിളും ആകും. അപ്പൊ അത് ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന് പ്രധാനപ്പെട്ട കാര്യം. ചിലയിടത്ത് സ്റ്റേബിൾ ആകണം, ചിലയിടത്ത് ഫ്ലെക്സിബിളും ആകണം. അപ്പോഴാണ് നമ്മൾ ജീവിതം വിജയിക്കുക എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഇവിടെ ട്രാൻസിസ്റ്ററിന്റെ കാര്യത്തിൽ നമുക്ക് സ്റ്റെബിലിറ്റി വളരെ പ്രധാനമാണ്. ഫ്ലെക്സിബിൾ ആയ പ്രശ്നമുണ്ട്. സിഗ്നൽ ആംപ്ലിഫയർ ഫ്ലെക്സിബിൾ ആകാം, പക്ഷെ ബയസിങ് സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ S equal to beta plus 1 divided by 1 minus beta differential of base current to the differential of collector current. അതായത് 1 minus beta derivative of base current to the derivative of collector current. അത് നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് എഴുതാം. എസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഐ സി ടു ഡെറിവേറ്റീവ് ഓഫ് ഐ സി ഒ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഐ സി ടു ദ ഡെറിവേറ്റീവ് ഓഫ് ഐ സി ഒ. ഐ സി ഒ എന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ടും അതുപോലെ ലീക്കേജ് കറണ്ട് ഇല്ലാത്ത കളക്ടർ സാച്ചുറേഷൻ കറണ്ടാണ് ഐ സി ഒ. ദെൻ ആ കേസിൽ ഐ ബി ബീറ്റ ആർ കോൺസ്റ്റന്റ്. അപ്പൊ ഐ ബി ബീറ്റ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഡി ഐ സി ബൈ ഡി ഐ സി ഒ, അതാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ. അപ്പൊ ഐ ബി ബീറ്റയെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുമ്പോൾ. ഇനി സ്റ്റെബിലിറ്റി എന്താണെന്ന് ഡെഫിനിഷൻ. The process of making operating point independent of temperature changes and variations in the transistor parameter is known as stabilization. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. The process of making operating point independent of temperature changes and variations in the transistor parameters is known as stabilization. Simple ആണ് അല്ലേ? ഇത്രേ ഉള്ളൂ. അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചർ ചേഞ്ചസോ അല്ലെങ്കിൽ വേരിയേഷൻ ഇൻ ദ പാരാമീറ്റേഴ്സ് ഇൻ ദ ട്രാൻസിസ്റ്ററിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിനെ നിർത്താൻ പറ്റിയാൽ അതിനാണ് സ്റ്റെബിലൈസേഷൻ. അതായത് ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ഇതിന്റെ ടെമ്പറേച്ചർ വേരിയേഷനോ പാരാമീറ്റർ ചേഞ്ചോ ട്രാൻസിസ്റ്റർ പാരാമീറ്റർ ചേഞ്ചോ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അതിനെ കീപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിന്റെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയും. വ്യക്തമാണല്ലോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണം. The process of making operating point independent of temperature changes and variations in the transistor parameters is known as stabilization. Okay. ഇനി ബയസിങ് എന്താണെന്ന് പറയാം. ഒരു ബയസിങ് എന്തിനാണ്, അതിന്റെ ആവശ്യം എന്താണെന്ന് പറയാം. അപ്പൊ ഈ സ്റ്റെബിലിറ്റി ഒക്കെ വേണം, ബയസിങ്ങിന് സ്റ്റെബിലിറ്റി വേണം, എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബയസിങ് ആവശ്യമായതിന്റെ കാരണം എന്തൊക്കെയാണ് അതിന്റെ റിക്വയർമെന്റ്? ഒന്ന് ക്യൂ പോയിന്റ് മിഡിൽ ഓഫ് ദ ആക്റ്റീവ് റീജിയൻ ആയിരിക്കണം. ഇതിൽ കാണിച്ചിട്ടുണ്ട് ചിത്രത്തില്, മിഡിൽ ഓഫ് ദ ആക്റ്റീവ് റീജിയനിൽ കൊണ്ടുവന്ന് നിർത്തിയത്. മനസ്സിലായോ? ഒരു നല്ലൊരു ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫയർ വർക്ക് ചെയ്യണമെങ്കിൽ മിഡിൽ ഓഫ് ദ ആക്റ്റീവ് റീജിയനിൽ നിർത്തണം. നമ്മൾ നേരത്തെ ആദ്യത്തെ ഒരു സ്ലൈഡിൽ കണ്ടു, സാച്ചുറേഷൻ പോയിന്റിന് അടുത്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ബൈസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? ഇൻപുട്ട് സിഗ്നലിന് കുറച്ച് ഭാഗം ആംപ്ലിഫൈ ചെയ്യാതെ ക്ലിപ്പ് ചെയ്തു പോയി, അത് നഷ്ടപ്പെട്ടു.
ക്ലിപ്പ് ചെയ്ത ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ ഉള്ള ഒരു സിഗ്നലാണ് ഈ ആംപ്ലിഫയറിന് പുറത്തേക്ക് വന്നത്. ഇൻപുട്ട് സിഗ്നൽ മുഴുവൻ വന്നിട്ടില്ല. ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്റർ ബേസിക് ആയിട്ട് വായിച്ചേക്കണം എങ്ങനെ കളക്ടർ ടു എമിറ്റർ ജംഗ്ഷൻ അല്ലെങ്കിൽ ബേസ് ടു എമിറ്റർ ജംഗ്ഷൻ, കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയസും ബേസ് ടു എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസും. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ബേസ് ടു എമിറ്റർ ജംഗ്ഷൻ, അത് ഫോർവേഡ് ബയസും കളക്ടർ ടു എമിറ്റർ ജംഗ്ഷൻ ഓർ കളക്ടർ ടു ബേസ് ജംഗ്ഷൻ അത് റിവേഴ്സ് ബയസിലാണ് ബയസ് ചെയ്യുന്നത്. ഇത് NPN ട്രാൻസിസ്റ്റർ ആയത്. അപ്പൊ ഇങ്ങനെ ബയസ് ചെയ്യുന്നതാണ് നമ്മൾ ആക്റ്റീവ് റീജിയനിൽ ബയസ് ചെയ്യാൻ പോകുന്നത്. രണ്ട് ഫോർവേഡ് ആണെങ്കിലോ എന്താണ് സാച്ചുറേഷൻ, രണ്ട് റിവേഴ്സ് ആണെങ്കിലോ കട്ട് ഓഫ് റീജിയൻ. അപ്പൊ ഇത് രണ്ടിലും പോകാൻ പാടില്ല, മറിച്ച് ഈ ആക്റ്റീവ് റീജിയൻ. അതുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് സെന്റർ പോയിന്റ് തന്നെ DC ലോഡിലായിട്ട് സെന്റർ പോയിന്റ് വന്നത്. ഇവിടെ നോക്കി AC ലോഡ് ലൈനുണ്ട് DC ലോഡ് ലൈനുണ്ട്, രണ്ടും കൂടി ക്രോസ് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആയിട്ട് എടുത്തത്. അപ്പൊ നമുക്ക് ഫുൾ സിഗ്നല് ആംപ്ലിഫയർ കിട്ടാൻ അത് സാധ്യമാണ്. പിന്നെ ടു സ്റ്റെബിലൈസ് IC അഗൈൻസ്റ്റ് ടെമ്പറേച്ചർ വേരിയേഷൻ. അപ്പൊ വൈസിന് അടുത്ത റിക്വയർമെന്റ് സ്റ്റെബിലൈസ് ദ IC അഗൈൻസ്റ്റ് ടെമ്പറേച്ചർ വേരിയേഷൻ. അപ്പൊ ടെമ്പറേച്ചർ വേരിയേഷന് അനുസൃതമായിട്ട് ICയെ സ്റ്റെബിലൈസ് ചെയ്യാം. പിന്നെ മേക്ക് ദ ക്യൂ പോയിന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ട്രാൻസിസ്റ്റർ. ക്യൂ പോയിന്റ് ട്രാൻസിസ്റ്ററെ ആയിട്ട് നോക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് സൂക്ഷിക്കുക. അതായത് ഒരു ട്രാൻസിസ്റ്റർ മാറി സെയിം ടൈപ്പ് ഒരു ട്രാൻസിസ്റ്റർ ഇട്ടാലും അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് ഒരു ബയസിങ്ങിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. ഇനി ബയസിങ് എന്താണ്? ഇവിടെ ഒരു ഫിക്സഡ് ബയസ് ആണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ബേസ് ഫിക്സഡ് ബേസ് ബയസ് എന്നൊക്കെ പറയും, അങ്ങനെ പല രീതിയിൽ പറയാറുണ്ട്. അപ്പൊ ബയസിങ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് DC വോൾട്ടേജ് വിച്ച് ഹെൽപ്പ് in the functioning of the circuit. A transistor based in order to make emitter based junction forward bias and a collector based junction reverse bias so that it maintains active region to work as an amplifier. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതൊന്നുകൂടി കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതൊരു ട്രാൻസിസ്റ്ററെ ബയസ് ചെയ്യുക. അതെങ്ങനെ? ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയിട്ടും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ആയിട്ടും ബയസ് ചെയ്യുക. എന്നിട്ട് അത് ആക്റ്റീവ് റീജിയനിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ട്രാൻസിസ്റ്റർ ബയസിങ്ങിന് ഒന്നും കൂടി അതിന്റെ കുറെ കൂടി ഒന്ന് വിശദമാക്കാൻ. The proper flow of zero signal collector current and maintenance of proper collector emitter voltage during the passage of signal is known as transistor balancing. എനിക്ക് ഇഷ്ടപ്പെട്ട ഡെഫിനിഷൻ ഇതാ. The proper flow of zero signal collector current and maintenance of proper collector emitter voltage during the passage of signal is known as transistor balancing. അതായത് ഒരു സിഗ്നല് പാസ് ചെയ്യുമ്പോൾ, ഒരു ആംപ്ലിഫയറിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ഉണ്ടാകണം. അതായത് ഇതിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഇൻപുട്ട് സിഗ്നലിൽ പോകുമ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ DC കറണ്ട് 1 MA ആണ്, അത് 2 MA മാറും, 0 മാറും. പക്ഷെ ഈ പ്രോപ്പർ ഫ്ലോ എപ്പോഴും ഉറപ്പുവരുത്തണം. കളക്ടർ കറണ്ട് ഉണ്ടാകണം എപ്പോഴും, അത് ഉറപ്പുവരുത്തുകയും അതോടൊപ്പം കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് നമ്മൾ പറഞ്ഞില്ലേ VCE ആണ് നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും ഉണ്ടാകണം, പ്രോപ്പറായിട്ട് ഉണ്ടാകണം. പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഹൈ ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ലോ ആയിട്ട് പോകാം. അതിന്റെ അപ്പുറത്തേക്ക് പോകരുത്, ഹൈയുടെ ബിയോണ്ട് പോകരുത്, അല്ലെങ്കിൽ ലോയുടെ ബിയോണ്ട് പോകരുത്. ഇതിന്റെ ഉള്ളിൽ നിൽക്കണം. അതാണ് ഇവിടെ പറഞ്ഞത് പ്രോപ്പർ ഫ്ലോ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് വേണം. സീറോ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? കളക്ടർ കറണ്ട്
സീറോ സിഗ്നലാണ്. അതായത് DC കറണ്ട് ആയിരിക്കണം. നമ്മൾ DC കറണ്ടാണ് സിഗ്നൽ കൊടുക്കാത്ത സമയത്ത് ഉണ്ടാകുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യണം. സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സീറോ സിഗ്നൽ കളക്ടർ കറണ്ടിൽ ഒരു വ്യത്യാസം ഉണ്ടായി. ആ വ്യത്യാസം ആണ് സിഗ്നൽ, യഥാർത്ഥ ഇൻപുട്ട് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് വരുന്നത്. ആ വ്യത്യാസം ഉണ്ടാകണം. പക്ഷെ ഈ സിഗ്നൽ കൊടുക്കാത്ത കണ്ടീഷനിൽ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട്, അത് DC കറണ്ട് ആയിരിക്കണം എന്നാണ് നമ്മൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ പ്രോപ്പർ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഉണ്ടാകണം. പ്രോപ്പർ കളക്ടർ എമിറ്റർ വോൾട്ടേജ് നമുക്ക് ഒരു ക്ലാസ് എ ഓപ്പറേഷൻ ആണെങ്കിൽ സാധാരണ VC ഫിക്സ് ചെയ്യുക ഹാഫ് VCC ആയിട്ടാണ്. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന്റെ പകുതിയായിട്ടായി. അപ്പൊ നമുക്ക് പോസിറ്റീവ് പീക്കിൽ പകുതി വോൾട്ടേജ് വരും. VCCയുടെ ഹാഫ് VCC പോസിറ്റീവ് പീക്കിലും ഹാഫ് VCC നെഗറ്റീവ് പീക്കിലും ആംപ്ലിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ടാവും. അപ്പൊ അങ്ങനെ ട്രാൻസിസ്റ്റർ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയാണ് ട്രാൻസിസ്റ്റർ ബൈസിംഗ് എന്ന് പറയുന്നത്. This circuit which provides transistor biasing is called biasing circuit. അപ്പോ ഈ ബയസിംഗിലേക്ക് ട്രാൻസിസ്റ്റർ കൊണ്ടുവരാൻ പറ്റുന്ന സർക്യൂട്ട് ഏതാണോ അതിന് ബയസിംഗ് സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി മെത്തേഡ് ഓഫ് ട്രാൻസിസ്റ്റർ ബയസിംഗ്. പല മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസിസ്റ്റർ ബയസ് ചെയ്യാം. ഒന്ന്, നമ്മൾ രണ്ട് സപ്ലൈ ഉപയോഗിച്ച് ഉള്ള ബയസിംഗ്. നമ്മൾ ആദ്യം കണ്ട പോലെ ഇൻപുട്ട് സൈഡ് ഫോർവേഡ് വൈസും ഔട്ട്പുട്ട് സൈഡ് റിവേഴ്സ് വഴി സെപ്പറേറ്റ് പവർ സപ്ലൈ ഉപയോഗിച്ച് ബയസ് ചെയ്യും. അത് നമ്മൾ സാധാരണ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറില്ല. എക്സ്പെരിമെന്റൽ പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ ചിലപ്പോൾ ഒന്ന് ചെയ്തൊക്കെ നോക്കും. കാരണം രണ്ട് പവർ സപ്ലൈ ഒക്കെ ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷെ ഒരു ആംപ്ലിഫയർ ആയിട്ട് ഒരു സർക്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കത് പോസിബിൾ അല്ല. സെപ്പറേറ്റ് പവർ സപ്ലൈ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വേസ്റ്റ് ഓഫ് മണി. എല്ലാം സൈസും എല്ലാം അത് കൂടും. നമുക്ക് ആ സെയിം സപ്ലൈ ഒന്ന് ഉപയോഗിച്ചാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. നമ്മുടെ ഉദ്ദേശം ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ രണ്ട് ഇത് സെപ്പറേറ്റ് കൊടുത്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഓക്കെ, അപ്പോ ഇത് കൂടാതെ പ്രധാനമായിട്ട് നമ്മൾ ബയസിംഗ്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഇത് നമ്മൾ അതങ്ങനെ പറയാറില്ല. പല മെത്തേഡ്സ് പറയുമ്പോൾ അത് പറയില്ല. മറിച്ച് ബേസ് റെസിസ്റ്റർ മെത്തേഡ്, ഫിക്സഡ് ബയസ് എന്നൊക്കെ പറയും. ബേസ് റെസിസ്റ്റർ മെത്തേഡ്, ദെൻ കളക്ടർ ടു ബേസ് ബയസ്, അല്ലെങ്കിൽ കളക്ടർ ഫീഡ്ബാക്ക് ബയസ് എന്നൊക്കെ പറയും. ബേസ് ബയസ് വിത്ത് കളക്ടർ ഫീഡ്ബാക്ക് എന്നൊക്കെ ചില ബുക്കുകളിൽ ടെസ്റ്റിൽ അങ്ങനെ കാണാറുണ്ട്. ബയസിംഗ് ഇവിടെ അത് പറയുന്നത് ബയസിംഗ് വിത്ത് കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ. കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ വെച്ചിട്ട് ബയസ് ചെയ്യാം. കളക്ടർ ടു ബേസ് ബയസ് വരുന്നത്. ദെൻ വോൾട്ടേജ് ഡിവൈഡർ ബയസ്, വോൾട്ടേജ് ഡിവൈഡർ ബയസ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസ് എന്നൊക്കെ പറയും. അല്ലെ ചില കേസിൽ സെൽഫ് ബയസ് ഒന്നും ചില ബുക്കുകളിൽ കണ്ടിട്ടുണ്ട്. അതായത് ഓൾറെഡി അതിനൊരു ബയസിംഗ് ഉണ്ടാവും, ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാതെ തന്നെ ഒരു ബയസിംഗ് ഉണ്ടാവും. അതാണ്. ഇനി സിഗ്നൽ ബയസിംഗ് ഉണ്ട്. അത് ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയനിലായിരിക്കും പറയുക. അപ്പോൾ ഒരു സിഗ്നൽ ചെന്നാൽ മാത്രമേ അതിന് ബയസിംഗ് കിട്ടൂ. അങ്ങനെ സിഗ്നൽ ബയസിംഗ്. ഇത് കൂടാതെയുള്ള ഒരു ബയസിംഗ് ആണ് സിഗ്നൽ ബയസിംഗ്. ഇൻപുട്ട് സിഗ്നൽ ചെല്ലുമ്പോൾ മാത്രം ബയസിംഗ് ഇട്ട് വർക്ക് ചെയ്യും. അപ്പൊ മിക്കവാറും പോസിറ്റീവ് പീക്കിൽ മാത്രമേ അത് വർക്ക് ചെയ്തുള്ളൂ, അല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൂ. ക്ലാസ് ബി ഓപ്പറേഷനിലൊക്കെ ആകുമ്പോൾ അങ്ങനെ സിഗ്നൽ ബയസിംഗ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പലതരം ബയസിംഗ് ഉണ്ട്. അപ്പൊ ബേസ് റെസിസ്റ്റർ മെത്തേഡ്, കളക്ടർ ടു ബേസ് ബയസ്, ബയസിംഗ് വിത്ത് കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ, വോൾട്ടേജ് ഡിവൈഡർ. All of the methods have the same basic principle of according to their required value of IB and IC from VCC in zero signal conditions. ഇത് എന്തൊക്കെ ആയാലും ഇവിടെയൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് IB IC പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ഉറപ്പുവരുത്തുന്നതായിരിക്കണം. സീറോ സിഗ്നൽ കണ്ടീഷനിൽ ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതായിരിക്കണം. പ്രോപ്പർ IB വേണം, പ്രോപ്പർ IC വേണം, DC പ്രോപ്പർ ആയിട്ട് വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബയസിംഗ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് 34 മിനിറ്റായി, 35 മിനിറ്റായി.
അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ കേട്ടതിന് നന്ദി. ഇത് 1-2 പ്രാവശ്യം ഇട്ട് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി വ്യക്തമാകും. എന്തെങ്കിലും ശ്രമിച്ചോടെ നമുക്ക് ഗൂഗിൾ മീറ്റിലൂടെ ഒക്കെ മീറ്റ് ചെയ്യാം. ശരി, ഗുഡ് മോർണിംഗ് ആണ്. വെളുപ്പിന് 4:30 മണിക്കാണ്, 4:25 റെക്കോർഡ് ചെയ്തത്.